അവിടുന്ന് രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങും. ഇവിടെയാണ് ഖൈറിൻ്റെ തുടക്കം. ഈ സമയത്ത് ഉറക്കം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പുകളെല്ലാം പാളും. ഇവിടെ നമ്മൾ ശരിയാക്കിയാൽ ഇനിയുള്ളതൊക്കെ ശരിയാണ്. ഇവിടെ ശരിയാക്കിയില്ലെങ്കിൽ ഇനിയുള്ളതൊക്കെ അബദ്ധത്തിലാകും. ശരി, ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുന്നു, വയസ്തൈഖിദു ഫി അവ്വലി നിസ്ഫി الثاني. രാത്രിയെ രണ്ടായി തിരിക്കുകയാണെങ്കിൽ രാത്രിയുടെ രണ്ടാം പകുതിയുടെ ആദ്യത്തിൽ 6 മണി മുതൽ 6 മണി വരെയാണ് രാത്രി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവുകയില്ല. 12 മണിക്കൂർ രാത്രി പൊതുവെ ഉണ്ടാവുകയില്ല. രാത്രി എപ്പോഴും പകലിനേക്കാൾ കുറവായിരിക്കും. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയാം. 6 മണി മുതൽ 6 മണിക്ക് മഗ്രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നു. അടുത്ത ദിവസം 6 മണിക്കാണ് സുബ്ഹിൻ്റെ ബാങ്ക്. അപ്പോൾ എത്ര രാത്രിയുണ്ട്? രാത്രി എത്ര സമയമുണ്ട്? എത്ര മണിക്കൂർ? 12 മണിക്കൂറുണ്ട്. അതിന് പകുതിയാക്കിയാൽ എത്രയുണ്ടായിരിക്കും? 6 മണിക്കൂറുണ്ടായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങും, ഇശാ കഴിഞ്ഞ ഉടനെ. വകാന യസ്തൈഖിദു ഫി അവ്വലി നിസ്ഫി الثاني. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ രണ്ടാം പകുതിയുടെ ആദ്യ ഭാഗത്ത് എഴുന്നേൽക്കുമായിരുന്നു. 12 മണിക്ക് ശേഷം. 12 മണിക്ക് ശേഷമാണ് രണ്ടാം പകുതി ആരംഭിക്കുന്നത്. ഈ ഉദാഹരണത്തിലാണ് കേട്ടോ. സാധാരണ 12 മണിക്ക് എഴുന്നേൽക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. 12 മണിക്കൂർ ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. രാത്രി എപ്പോഴും പകലിനേക്കാൾ കുറച്ചായിരിക്കും. അതുകൊണ്ട് 1 മണി 2 മണി ഈ സമയത്തൊക്കെ ആയിരിക്കും ഈ സമയം വരാം. ഫയഖൂമു യസ്താഖ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, പല്ല് തേക്കും. വയതവദ്ദഉ വയുസല്ലി മാ കതബല്ലാഹു ലഹ്, വുദു എടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവിടത്തേക്ക് വിധിച്ച യാത്ര നിസ്കരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവിടുന്ന് സ്വീകരിച്ചിരുന്ന രൂപം, ഉറക്കത്തിൽ എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം തുടച്ചു നീക്കുമായിരുന്നു എന്നാണ്. മുഖത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം തുടച്ചു നീക്കുമായിരുന്നു. ഉറങ്ങി നീച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കുമായിരുന്നു എന്നാണ്. പിന്നെ അവിടുന്ന് വുദു എടുക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിലൊന്നാണ്, നീ വുദു ചെയ്യുന്നില്ലെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഒരാൾക്ക് ധാരാളം വെള്ളം കയ്യിലില്ല, അപ്പോൾ എന്ത് ചെയ്യണം? തയമ്മും ചെയ്യണം. ശരി, പക്ഷെ കുറച്ച് വെള്ളമുണ്ട് എങ്കിൽ പോലും അവൻ പാലിക്കേണ്ട സുന്നത്തുകളിലൊന്നാണ് 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശൈത്താന യബീതു ഫീ ഖൈഥൂമിഹി. അവിടുന്ന് പറഞ്ഞു, പിശാച് രാത്രിയിൽ അവൻ്റെ മൂക്കിൻ്റെ അറ്റത്ത്, ഇതിൻ്റെ തുടക്കത്തിൽ അവിടെയാണ് രാപ്പാർക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, നീ വുദു ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വുദു ചെയ്യുന്നില്ലെങ്കിലും എന്ത് ചെയ്യാം? മൂക്കിൽ വെള്ളം കയറ്റി 3 തവണ ചീറ്റിക്കളയണം. ഇതൊക്കെ ഉറക്കം ഒഴിവാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുന്നു, ഫയഖുദുൽ ബദനു വൽ അഅദാഉ വൽ ഖുവ ഹദ്ദഹ മിനൻ നൗമി വറാഹ. ഇതോടുകൂടി ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതാണ്. ഇത്ര സമയം ഉറങ്ങിയാൽ ഒരാൾക്ക്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ആധുനിക കാലഘട്ടത്തിൽ പൊതുവെ പറയും, ഒരാൾ 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണമെന്ന് പറയും. ഉലമാക്കൾ പറഞ്ഞു, ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി പോലെയാണ് അവൻ്റെ ഉറക്കം. എല്ലാവർക്കും 8 മണിക്കൂർ ഉറക്കം ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് കുറച്ചു മതിയായിരിക്കും. അവന് അത് മതിയാകുമെങ്കിൽ അവനത് മതിയായതാണ്. പക്ഷെ തീരെ ഉറങ്ങാതിരിക്കുക എന്നത് പാടില്ല. അത് ശരീരത്തെ ഉപദ്രവിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ 3 ആളുകൾ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും രാത്രി ഉറങ്ങുകയില്ല, മുഴുവൻ നിസ്കാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടിയായി എന്താണ് പറഞ്ഞത്? അന ഫഅനാമു വഉസല്ലി, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഉറക്കം വേണം, പക്ഷേ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനും മറ്റും അനുസരിച്ചുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്.